മനോജേട്ടാ തകർത്തു. അടിപൊളി പെർഫോമൻസ്. എപ്പിസോഡ് തുടക്കം തന്നെ ഗംഭീരം അല്ലേ? എന്താ എനർജി! ഓ ചേട്ടനാ മുടിയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ തന്നെ നമ്മുടെ എനർജി ആവുന്നല്ലേ? വേണമെങ്കിൽ പറഞ്ഞു നോക്കി. അല്ല, കുറെ സന്തോഷം മനോജിനെ കണ്ടത്. ഞങ്ങൾ ഈ അടുത്തൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നല്ലേ, അത് വായിക്കാൻ വന്നു മനോജ്. എന്നിട്ട് ജീവനോട് വിട്ടോ ഇത്? അയ്യോ, എല്ലാരും എന്റെ പൊട്ട് പറയാൻ നന്നായിന്ന് പറയും ആദ്യം. അയ്യോ അയ്യോ നന്നായിരുന്നു മനോജ്. അസാധ്യമായിട്ട് വായിച്ചു കേട്ടോ, ഞാൻ ആ ദാസേന്റെ ആൽബത്തിന് വേണ്ടിയായിരുന്നു മനോജ് വായിച്ചത്. കുറെ സന്തോഷം. പിന്നെ മനോജ് ഈ ഇൻസ്ട്രുമെന്റ് ഇതിനെ പറ്റി ഇൻസ്ട്രുമെന്റിനെ പറ്റി പറയൂ. മോഡേൺ വീണ. എന്റെ പേര് ചന്ദ്രവീണ. ഓക്കെ, ചന്ദ്രവീണ. ഇത് മനോജ് ഡിസൈൻ ചെയ്തതാണോ? ഞാനിങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മോഡൽ വീണ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കസ്റ്റമൈഡായിട്ട് ചെയ്യിച്ചെടുത്തത്. ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്തു. സൂപ്പറായിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. പറയൂ ചേട്ടാ, ഈ ചന്ദ്രവീണയെ കുറിച്ച് കുറച്ച് നമ്മളോടൊന്ന് പറയോ? അതെ, ഇപ്പം നമ്മുടെ ട്രഡീഷണൽ വീണ എന്ന് പറയുന്നതിൻ്റെ ഒരു അത് പ്ലേ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ലിമിറ്റേഷൻ അത് പ്ലേയിങ്ങിലല്ല ഞാൻ പറയുന്നത്, ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു. പിന്നെ ഇങ്ങനെ ഇതുപോലെ ഹാൻഡ് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും ഇപ്പോൾ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും മൂവ് ചെയ്യാനും മറ്റേ വീണ എടുത്തോണ്ട് ഓടി നടക്കാൻ പറ്റത്തില്ല. ട്യൂഷൻ വായിക്കുന്ന വയലിൻകാരാണ് നമ്മളെ ഒരു സ്ഥലത്ത് ഇരുത്തുന്നത്, എന്നിട്ട് അവർ ഓടി വന്ന് വായിക്കും. ഇപ്പൊ നമുക്ക് ഓടി വന്ന് വായിക്കാം പറ്റുന്നുണ്ട്. നല്ല ഒന്നാമത് ആ വെള്ളയൊക്കെ ബ്യൂട്ടിഫുൾ അല്ലേ? വീണാന്നിടായിരുന്നു പേര്. ദാസേട്ടന് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഈ ഡിസൈൻ ആക്കി എടുത്ത ഞാനാ. ഇതിന്റെ ഫുള്ള് ഈ ഫ്രണ്ട് ബോർഡൊക്കെ തനി ഉണ്ടാക്കിയതാ. അല്ലെ മനോജ്, എനിക്ക് ഇതിന്റെ ടോൺ മാറ്റാൻ പറ്റുമോ? ടോൺ മാറ്റാൻ പറ്റും. നമ്മുടെ കേരളത്തില് മനോജേട്ടൻ അങ്ങനെയാണ് ഇതുവരെ ഉള്ള അറിവ്. പക്ഷെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കും. അപ്പം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഇത് ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഈ മനോജ് ഉണ്ടാക്കി തന്ന ആള് തന്നെ? എന്റെ ഒരു അതെ അതെ, എന്റെ ഫ്രണ്ട് കണ്ണൂരുള്ളൊരു വിഷ്ണു എന്നാ പേര്. അപ്പൊ വിഷ്ണുവിന് ഒരു ബിസിനസ് ആയത്. അല്ല, ഇത് നല്ലതാണ് കാര്യം, എടുത്തോണ്ട് ഓടി നടക്കാനും ഇത് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും എല്ലാം. പിന്നെ ഇങ്ങനെ വെച്ച് വായിച്ച് ശീലിക്കണം അല്ലേ മനോജ്? അത് എനിക്ക് തോന്നുന്നു അത് ഒരു ടാസ്ക് ആണ്. നമ്മളിങ്ങനെ വായിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറുമ്പോഴേ ഈ വീണ വായിക്കണമെങ്കിൽ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഗീറ്റാറിന്റെ കോൺസെപ്റ്റ് ആദ്യം കീബോർഡ് ഇങ്ങനെ നിന്ന് വായിക്കുന്ന ഒരു ഇതായിരുന്നു, പിന്നെ അത് നേരെ ഗീറ്റാറൊക്കെ ആയി. മറ്റേ വീണ പ്ലേ ചെയ്തിട്ട് ഇത് വായിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് നല്ല വീണ ആർട്ടിസ്റ്റുകൾ ഇതെടുത്ത് വെച്ച് പ്ലേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വീണ വായിക്കണമെങ്കിൽ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ മനോജേട്ടൻ ഷാനിക്കയ്ക്ക് വേണ്ടിയും ഒരു പാട്ട് വായിച്ചിട്ടുണ്ടല്ലോ. മനോജ് ആക്ച്വലി ശരത്തേട്ടന് വായിച്ചതുപോലെ തന്നെ എനിക്കും വായിച്ചിട്ടുണ്ട്. അതെ അതെ. പിന്നെ ലവ് ആക്ഷൻ ഡ്രാമയിലെ ആലോലം എന്ന് പറഞ്ഞ പാട്ടില് പറഞ്ഞ പോലെ പാച്ചു വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മിഥുനാണെന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. സന്തോഷം. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ഓ താങ്ക് യു സോ മച്ച്. അത് പാടിയത് നോമാണ്. സംഗമിച്ച് ഒരു കുറവും കൂടിയുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ ഓർക്കസ്ട്രയുടെ എല്ലാമായ പാച്ചു ഞാനും ബാച്ച്മേറ്റ്സ് ആണ്. അവന് ഇവിടെ കയറുന്നതിന് പോകുമ്പോൾ പറഞ്ഞത് കുറെ പുകഴ്ത്തി പറഞ്ഞേക്കണം അവനെ പറ്റി. എനിക്ക് ഇത്ര നേരം നിങ്ങളൊരു വിലയുണ്ടായിരുന്നു. കൂടെ പഠിച്ചിട്ട് ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയി? നമ്മൾക്കൊക്കെ ഞാനൊക്കെ ഒരു കാര്യം, നമുക്ക് മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഞാനത് അവർക്ക് വേണ്ടി നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കും. അങ്ങനെ ഈ പാച്ചുവിനെയൊക്കെ അത്ര ഇഷ്ടമാണ്. ഇവനൊക്കെ അറിയാമെന്ന് പറഞ്ഞൂടെ എനിക്ക് അത്ര ഇഷ്ടമാണെന്നുള്ളത്. അതിന് അത്ര നമ്മൾ എത്ര വർഷം തൊട്ട് കാണുന്നതാ. അപ്പം അത് കുറേ എല്ലാം നിങ്ങളെല്ലാവരെയും കാണുന്നത് കേട്ടോ. കാര്യം മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാലും കമ്പോസേഴ്സിൻ്റെ ബാക്ക് ബോൺ ആണ് നിങ്ങൾ. ഇപ്പോൾ രാജാ സാറ് കമ്പോസ് ചെയ്താലും ഇത് വായിച്ച് ജനങ്ങളെ കേൾപ്പിക്കണമെങ്കിൽ മ്യൂസിഷ്യൻസ് വേണമല്ലോ. അപ്പോൾ അവരെ ഞാൻ ദൈവത്തിനെ പോലെ കരുതുന്നു. അല്ല എന്തായാലും പൊക്കി പറയണമെന്ന് പറഞ്ഞല്ലേ. പാച്ചുവിനെ പോലെ ഒരു നല്ല മനുഷ്യൻ ലോകത്ത് കാണത്തില്ല. പിന്നെ അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ, അത് അണ്ടർലൈൻ ചെയ്തത് ഇഷ്ടമായില്ല, പറഞ്ഞത് ഇഷ്ടമായില്ല. നേരെ മൈനർ പിടിച്ചു. പാച്ചു മാത്രല്ല, പാച്ചു
പാച്ചുവിൻ്റെ വൈഫ് വിദ്യ, എൻ്റെ വൈഫ് പൂർണിമ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചത്. ഓ ഓ ഓ ഒരുമിച്ച് പഠിച്ച് അതെ അങ്ങനെയായിരുന്നു. അതാ പറഞ്ഞ Full tone പറഞ്ഞ ഇന്ന് മാറി. പിന്നെ ശരിയാവില്ല. നിങ്ങൾ ഏത് ഇയർ ഏത് വർഷമായിരുന്നു നിങ്ങളുടെ ബാച്ച്? ഞാൻ PG എവിടെ പാസ് ഔട്ട് ആയത് 2007. പാച്ചു PG അങ്ങോട്ടേക്ക് pass ചോദിക്കാം ഏതായിരുന്നു ഏത് വർഷം 2004 ആണെന്ന് തോന്നല്ലേ പാസ് ഔട്ട് ആയ? അത് ഡിഗ്രിടാ. ഡിഗ്രി. അല്ല ഞാൻ അതുവരെ പോയിട്ടുള്ളൂ. ഓക്കെ, നന്നായി. എക്സാം എഴുതാൻ പറ്റിയില്ല. അവനെല്ലാം എന്നിട്ട് വലിയ കാര്യമില്ല. അതല്ല ഇതിന് അവിടെ പോയി എഴുതുന്നു. അല്ല സാർ, അവനെല്ലാം പഠിച്ചു കഴിഞ്ഞത് ഡിഗ്രി കൊണ്ടെല്ലാം ആ ഒരു ചെറിയ സമയം കൊണ്ട് ഇല്ല, അവൻ കില്ലാടിയല്ല. അവൻ എന്തിനായിരുന്നു പഠിക്കുന്നത്? ഇത് തന്നെയല്ല അവന്റെ ഏരിയ. അല്ല, അന്നും പാച്ചുമായിരുന്നു നമ്മുടെ ഒരു പ്രൊഫഷണലായിട്ടും പോകുന്ന ഇവന് മാത്രമാണ്. അവൻ കൊച്ചിലെ മുട്ടിലഴയ്ക്കുന്ന മുതൽ തബല വായിക്കുന്നു. പണ്ട് ചെറുതിലെ വളരെ ചെറുതായിരുന്നു. എനിക്ക് 5 വയസ്സ് 6 വയസ്സൊക്കെ പെർഫോമൻസ് കൂടി വേണം ചേട്ടാ. ഞങ്ങൾക്കൊരു ഭക്തിഗാനം വയസ്സിൽ നീ മുട്ടിലഴയോ? 6 വയസ്സൊക്കെ ആയ സമയത്ത് ഭക്തിഗാനസുധ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ തബലേ ഉള്ളൂ, ഏത് പാട്ടും അതിലേ വായിക്കുള്ളൂ. പിന്നെ ഒരു തലേണയൊക്കെ വെച്ചിട്ട് അതിന്റെ മേളിലിരുന്നിട്ടാ വായിക്കണേ. അപ്പോൾ പൈസ തരും പ്രോഗ്രാം കഴിഞ്ഞിട്ട്. 1.5 രൂപ 2 രൂപയൊക്കെ എന്റെ ചേട്ടൻ തരും. പക്ഷെ 10-50 രൂപ എനിക്ക് നോട്ടുകാരൻ കിട്ടും എല്ലാ അമ്പലത്തിലും. അയ്യോടാ, സൂപ്പർ 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 സൂപ്പർ. ചേട്ടാ, അധ്യാപകൻ, ആ ഒരു അധ്യാപകനോ? ചേട്ടനൊരു അധ്യാപകൻ കൂടെ ആണല്ലോ. ആ അധ്യാപകൻ. അതെ, ആ ടീച്ചറായ മനോജേട്ടനെ കുറിച്ചുകൂടെ ഞങ്ങളോട് പറ. അവളൊന്ന് മാറ്റി വേഗം ടീച്ചറാക്കി. ഞാൻ പഠിച്ചു എല്ലാം. തൃപ്പൂണിത്തുറ RLB കോളേജിലെ അതെ വീണ ടീച്ചറാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കൊറേ നാളായോ? ഒരു 4 വർഷം കഴിഞ്ഞു അവിടെ. ഇല്ല മനോജെ, അവിടെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ ചുവപ്പ് ഷൂവും ഈ അന്യനായിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ മാന്യനാണ്. ഇവിടെ അന്യനും അവിടെ മാന്യനും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി പെർഫോമൻസ് കണ്ടു. താങ്ക് യു മനോജേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത്രയും അടിപൊളി പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.